എനിക്ക് പുറകിൽ കാണുന്ന ഈ മയ്യനാട് പാർത്ഥസാരഥി എന്ന കൊമ്പനാണ് ഈ കിടങ്ങൂർ ദേശത്തെ മണിക്കൂറുകളോളം മുൾമുനയിൽ നിർത്തിയത്. ഇന്ന് രാവിലെ 10 മണിയോടെയാണ് ഈ പാർത്ഥസാരഥി എന്ന കൊമ്പനെ ഈ ക്ഷേത്രത്തിലേക്ക്, കിടങ്ങൂർ ക്ഷേത്രത്തിലേക്ക് ഭക്ഷണം കൊടുക്കാനും തൊഴാനുമായി എത്തിക്കുന്നത്. അതിനിടയിലായിരുന്നു അപ്രതീക്ഷിതമായിക്കൊണ്ട് വിരണ്ടോടുന്ന സാഹചര്യം ഉണ്ടായത്. ആദ്യഘട്ടത്തിൽ പാപ്പാന്മാർക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. അപ്രതീക്ഷിതമായി വിരണ്ടോടിയപ്പോൾ ആ ലോറി ഡ്രൈവർ, ആനയെ കൊണ്ടുവന്ന ലോറി ഡ്രൈവർ വിഷ്ണു ആനയ്ക്ക് മുൻപിൽ പെടുകയായിരുന്നു. വിഷ്ണുവിനെ ഗുരുതരമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. പിന്നീട് വിഷ്ണുവിനെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിയാത്ത വിധം ആന വിഷ്ണുവിന് അടുത്ത് തന്നെ നിലയുറപ്പിക്കുകയായിരുന്നു. പിന്നീട് വിഷ്ണു സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ തൽക്ഷണം മരിക്കുകയായിരുന്നു. പിന്നീട് വിഷ്ണുവിന്റെ മൃതദേഹം മാറ്റാനടക്കം വലിയ പ്രതിസന്ധി ഈ സംഭവ സ്ഥലത്തുണ്ടായിരുന്നു. ആനയെ പല രീതിയിൽ ഈ സ്ഥലത്ത് നിന്ന് മാറ്റി അങ്ങോട്ട് നീക്കിയിട്ടാണ് വിഷ്ണുവിന്റെ മൃതദേഹം അടക്കം മാറ്റാനായത്. അതിനിടയിൽ ഒന്നാം പാപ്പാനായ പ്രദീപിനെയും ആന ഗുരുതരമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. പ്രദീപിന്റെ നട്ടലിനാണ് ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത്. ഒപ്പം ഈ സ്ഥലത്ത് വിരണ്ടോടി വലിയ പരിഭ്രാന്തിയാണ് മണിക്കൂറുകളോളം, ഏകദേശം 2.5-3 മണിക്കൂറോളം ആന ഉണ്ടാക്കിയിരുന്നത്. നിരവധി വാഹനങ്ങൾ ആക്രമിച്ച് തകർത്തിരുന്നു. ഒരു സ്വിഫ്റ്റ് കാർ പലതവണ ആക്രമിച്ച് 100-150 മീറ്ററോളം മാറ്റി ഇട്ടാണ് ആന അതിൻ്റെ കലി അടക്കിയതൊപ്പം പല ഇരുചക്ര വാഹനങ്ങളും ഒരു പെട്ടിയോട്ടോയും ഒക്കെ പലതവണ കുത്തിമലർത്തി പൂർണ്ണമായും നശിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ പരിഭ്രാന്തി മണിക്കൂറുകളോളം ഈ ആന ഈ പ്രദേശത്ത് ഉണ്ടാക്കിയിരുന്നു. പിന്നീട് RRT സംഘവും എലിഫന്റ് സ്ക്വാഡും ഫോറസ്റ്റും ഫയർഫോഴ്സും ഒക്കെ എത്തിക്കൊണ്ട് പലതരത്തിൽ ഇതിനെ തളയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷെ അതൊന്നും ശ്രമകരമായ ദൗത്യമായിക്കൊണ്ട് അതൊന്നും വിജയിക്കാത്ത തരത്തിലായിരുന്നു ഏറെ മണിക്കൂറുകളോളം നീണ്ടുവന്നത്. പിന്നീട് മയക്കുവെടി വയ്ക്കാൻ ഡോക്ടർ എത്തിയാണ് 12 മണിക്ക് ശേഷം ആനയ്ക്ക് മയക്കുവെടി വയ്ക്കുന്നത്. ആദ്യം മയക്കുവെടിയിൽ തന്നെ ആന ഏകദേശം മയങ്ങുന്ന സാഹചര്യമായിരുന്നു. പിൻവശത്തെ വലതു കാലിലായിരുന്നു ആദ്യം മയക്കുവെടി വെച്ചത്. പിന്നീട് കുറച്ച് സമയം കൂടി ആന പരിഭ്രാന്തനായിക്കൊണ്ട് ഈ ഭാഗത്ത് കൂടി ഓടി നടക്കുകയായിരുന്നു. അങ്ങനെ ആളുകളൊക്കെ വലിയ സുരക്ഷിതമായിക്കൊണ്ട് മാറിയത് കൊണ്ട് മാത്രമാണ് വലിയ അപകടങ്ങൾ ഒഴിവായത്. കാരണം ഈ പുറത്ത് ഈ അമ്പലത്തിൻ്റെ മതിൽക്കെട്ടിന് പുറത്തേക്ക് ഇറങ്ങിയാൽ റോഡും പ്രധാനപ്പെട്ട വഴികളും വീടുകളും ജനവാസ കേന്ദ്രങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ അവിടേക്കൊന്നും ആനയെ പോകാതെ ഇതിനകത്ത് തന്നെ നിർത്താൻ സാധിച്ചു എന്നത് വലിയ ആശ്വാസമാണ്. അതുകൊണ്ട് മാത്രമാണ് വലിയ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകാതിരുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. അത് വലിയ ആശ്വാസമാണ്. എന്തായാലും മണിക്കൂറുകൾ നീണ്ട ശ്രമകരമായ ദൗത്യത്തിനൊടുവിലാണ് ആനയെ ഈ മയക്കുവെടി വെച്ച് മയക്കാനായത്. പിന്നീട് 4 കാലിലും വടം ബന്ധിച്ചുകൊണ്ട് ആനയെ തൊട്ടടുത്ത മരങ്ങളിലും ഈ മരക്കുറ്റികളിലും ഒക്കെ കെട്ടി ബന്ധിക്കുകയായിരുന്നു. ഇപ്പോഴെന്തായാലും ആനയ്ക്ക് മയക്കം കുറഞ്ഞു വരുന്നുണ്ട്. കൂടുതൽ നിരീക്ഷണം വേണ്ടിവരുമെന്നാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഡോക്ടർമാരും ഒക്കെ നിലവിൽ അറിയിക്കുന്നത്. അതിനുശേഷം മാത്രമാണ് ആനയെ മാറ്റുന്ന കാര്യത്തിലടക്കം ഒരു തീരുമാനത്തിലേക്ക് കടക്കാനാവൂ. ഇവിടെ വെച്ച് തന്നെ വേണ്ട ചികിത്സകൾ നൽകുമെന്നാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരടക്കം എന്തായാലും ഇപ്പോൾ അറിയിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് നവാസ് മണ്ണാർക്കാടിനൊപ്പം റിപ്പോർട്ടർ ഷാബാസ് അഹമ്മദ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.